ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന തിരുവചന ഭാഗം പൗലോസ് ലീഹ തിമോത്തിക്കെഴുതിയ 2-ാം ലേഖനം അധ്യായം 2 വാക്യം 19. എന്നാൽ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു, അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു: കർത്താവ് തനിക്ക് സ്വന്തമായവരെ അറിയുന്നു. കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. കർത്താവ് വളരെ മനോഹരമായൊരു തിരുവചനം നമുക്ക് പൗലോസ് ലീഹായിലൂടെ നൽകുകയാണ്. അവിടെ വചനത്തിൽ കർത്താവ് എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ്: കർത്താവ് തനിക്ക് സ്വന്തമായവരെ അറിയുന്നു. കർത്താവ് തനിക്ക് സ്വന്തമായവരെ അറിയുന്നു. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസമുള്ള ഏതൊരു വ്യക്തിയെയും കർത്താവ് വേണ്ട വിധം അറിയുന്നു. സ്വന്തമായവരെ പ്രത്യേകമായിട്ട് അറിയുന്നുവെന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ അറിയുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതേസമയം എല്ലാ കാര്യങ്ങളും ഈശോ അറിയുന്നുണ്ട് എന്നുള്ളത് കൂടുതൽ ജാഗ്രതയോടെയുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയുമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് കർത്താവ് സ്വന്തമായിട്ടുള്ളവരുടെ ജീവിതത്തിലെ എല്ലാം അറിയുന്നു എന്നുള്ളത്. പലപ്പോഴും നമുക്ക് ഓരോ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും പറയുമ്പോഴും കാണുമ്പോഴും ചിന്തിക്കുമ്പോഴും കർത്താവ് എല്ലാം അറിയുന്നുണ്ട് എന്നുള്ള ചിന്ത പലപ്പോഴും നമുക്ക് വരാറില്ല. അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ പൂർണ്ണമായിട്ട് അറിയുന്നു എന്നുള്ള കാര്യം. അപ്പോൾ കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ പൂർണ്ണമായി അറിയുന്നു എന്നുള്ള കാര്യം നമുക്ക് ഒരു വശത്ത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. അതോടൊപ്പം അതിൻ്റെ മറുവശം ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ, എപ്പോഴും നല്ലത് പ്രവർത്തിക്കുവാൻ, നല്ലത് ചിന്തിക്കുവാൻ, നല്ലത് കാണുവാൻ കർത്താവ് നമുക്കൊരു പ്രേരണ നൽകുകയുമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും: ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. അപ്പോൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്: ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു, എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഒരു നല്ല ഇടയൻ്റെ ലക്ഷണം തൻ്റെ സംരക്ഷണത്തിലുള്ള ആടുകളുടെ പേര്, ഒരുപക്ഷെ പേരുണ്ടാകാം, അതോടൊപ്പം അവയുടെ പ്രത്യേകതകൾ, അവയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, അവയുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ വീണ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു നല്ല ഇടയന് തൻ്റെ ആടുകളെക്കുറിച്ച് അറിയാം. അതോടൊപ്പം ഈ ആടിനെക്കുറിച്ചുള്ള അറിവ് ഇടയനുള്ളത് കൊണ്ട് ആടുകൾക്ക് സന്തോഷമാണ്. കാരണം അതനുസരിച്ച് ഇടയൻ അവയോട് പെരുമാറുകയും അവയ്ക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. നമ്മൾ മനുഷ്യരുടെ ജീവിതം എടുത്ത് ചിന്തിച്ചാൽ ഇത് തന്നെയാണ്. ദൈവം, കർത്താവ്, നല്ല ഇടയനായ യേശു നമ്മളെ വളരെ വ്യക്തമായിട്ട് അറിയുന്നു. നമ്മുടെ പേര്, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും ഈശോ അറിയുന്നു എന്നുള്ളത് എത്ര സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, വ്യക്തിപരമായിട്ട് ഈശോ നമ്മളെ ഓരോരുത്തരെയും അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് അറിയുന്നു. അതെത്ര സന്തോഷമുള്ള കാര്യമാണ്. സങ്കീർത്തനം 139 ആദ്യത്തെ 4 വചനങ്ങളിൽ കർത്താവ് നമ്മളെ വ്യക്തിപരമായി അറിയുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. വചനം പറയുകയാണ്, എത്ര പേഴ്സണലായിട്ടാണ്, എത്ര വ്യക്തിപരമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത് ഈശോ കർത്താവ് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അകലെ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു.
എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. അപ്പോൾ ഞാൻ നടക്കാൻ പോകുന്നത്, ഞാൻ കിടക്കാൻ പോകുന്നത്, ഉറങ്ങാൻ പോകുന്നത് എല്ലാം ദൈവം അറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന വഴികൾ അത് ദൈവത്തിന് നന്നായിട്ടറിയാം. 4-ാമത്തെ വാക്കിൽ പറയാണ്, ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ അവിടുന്ന് അറിയുന്നു. അപ്പോൾ വളരെ വ്യക്തിപരമായിട്ട്, പേഴ്സണലായിട്ട് നമ്മളെ അറിയുന്ന കർത്താവിനെ കുറിച്ചാണ് സങ്കീർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവം, കർത്താവ് തനിക്ക് സ്വന്തമായുള്ളവരെ അറിയുന്നു എന്ന് പറയുമ്പോൾ അതിന് വളരെ ആഴമായിട്ടുള്ള ഒരർത്ഥമുണ്ട്. അനുദിന ജീവിതത്തിൽ നമ്മൾ കൂടുതൽ കരുതലുള്ളവരായിരിക്കുവാനും കൂടുതൽ നന്മയിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ജീവിക്കുവാൻ അത് നമുക്ക് പ്രേരണ നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം കർത്താവ് തനിക്ക് സ്വന്തമായുള്ളവരെ അറിയുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കർത്താവ് അറിയുന്നുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കർത്താവ് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുന്നു. സാമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ അവിടെ കർത്താവ് ദാവീദിനെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുന്ന സാഹചര്യമാണ്. അവിടെ പ്രവാചകൻ വന്നു. പ്രവാചകൻ മാനുഷികമായിട്ടുള്ള കാഴ്ചകൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോൾ ദാവീദിൻ്റെ മൂത്ത സഹോദരന്മാരാണ് കൂടുതൽ രാജാവാകാൻ യോജിച്ചത് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. എന്നാൽ കർത്താവ്, ദൈവം പ്രവാചകനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയത്തിൻ്റെ ഭാവത്തിലും. അപ്പോൾ കർത്താവ് സ്വന്തമായുള്ളവരെ അറിയുന്നു എന്ന് പറയുമ്പോൾ ഹൃദയത്തിലെ കാര്യങ്ങൾ കർത്താവ് അറിയുന്നു. ഹൃദയത്തിലെ നന്മകൾ കർത്താവ് കാണുന്നു. അതോടൊപ്പം ഹൃദയത്തിൽ നന്മയില്ലാത്ത അവസ്ഥയുണ്ടെങ്കിലും അത് കർത്താവ് അറിയുന്നു എന്നുള്ളത് എത്രയോ നമുക്ക് പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. ഈ ലോകത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും ഹൃദയം നോക്കിയിട്ടല്ല പലർക്കും ഉയർച്ചയും വളർച്ചയും നേട്ടങ്ങളും ഒക്കെ ലഭിക്കുന്നത്. പൊതുവായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും, രാഷ്ട്രീയ മേഖലകളിലാണെങ്കിലും, സിനിമാ രംഗങ്ങളിലാണെങ്കിലും, എല്ലാ മേഖലകളിലും ഒരു വ്യക്തിയുടെ ഹൃദയം നോക്കിയിട്ടൊന്നുമല്ല അവർക്ക് അംഗീകാരവും ഉയർച്ചയും വളർച്ചയും ഒക്കെ ഈ ലോകത്തിൽ ലഭിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, ദൈവരാജ്യത്തിൽ അനുഗ്രഹം നൽകുന്നത്, ദൈവരാജ്യത്തിൽ അനുഗ്രഹം കിട്ടുന്നത് ആ ആളുടെ ഹൃദയഭാവങ്ങൾ നോക്കിയാണ്. കർത്താവ് ഹൃദയത്തിലുള്ളത് വ്യക്തമായിട്ട് കാണുന്നു. അതോടൊപ്പം ഈ കർത്താവിൻ്റെ സ്വന്തമായുള്ളവരെ കർത്താവ് അറിയുമ്പോൾ അത് നമുക്ക് വലിയ ആശ്വാസവും പ്രത്യാശയും നൽകുന്നതാണ് ദൈവത്തിൻ്റെ ഈ അറിവ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ദൈവം അറിയുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ അറിവ് അപാരമായിട്ടുള്ളൊരു അറിവാണ്. ജനിക്കുന്നതിന് മുമ്പേ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നാൾ മുതൽ ദൈവം നമ്മളെ അറിയുന്നു. ദൈവം നമ്മളെക്കുറിച്ച് പദ്ധതി മെനയുന്നു. ദൈവത്തിന് നമ്മളെക്കുറിച്ച് നല്ലൊരു പദ്ധതി ദൈവം തയ്യാറാക്കുന്നു. അതനുസരിച്ച് ഒരു മകനെ, മകളെ ദൈവം വളർത്തുന്നു. എത്ര മനോഹരമായ, എത്ര ആശ്വാസവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. ദൈവം എന്നെ അറിയുന്നു, ദൈവം എനിക്ക് വേണ്ടി പദ്ധതി ഒരുക്കുന്നു, ദൈവം എന്നെ വളർത്തുന്നു എന്നുള്ള ദൈവത്തിൻ്റെ അറിവ്. അതോടൊപ്പം ദൈവം നമ്മളെ അറിയുന്നു, സ്വന്തമായിട്ടുള്ളവരെ ദൈവം അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു മേഖല, ദൈവം നമ്മളെ അറിയുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങളും അറിയുന്നു. ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങളുള്ളത് എന്ന് ദൈവം അറിയുന്നു. വെറുതെയുള്ള അറിവല്ല. ദൈവം ഒരു വ്യക്തിയുടെ കുടുംബം, ആ വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയുന്നു. അതാണല്ലോ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 31-32 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അറിവ്, കർത്താവ് തനിക്ക് സ്വന്തമായുള്ളവരെ അറിയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്വാസം നൽകുന്ന വലിയൊരു സത്യമാണ്. ദൈവം നമ്മുടെ ആവശ്യങ്ങളും അറിയുന്നുണ്ട്. ഒരുപക്ഷെ അനുദിന ജീവിതത്തിൽ
നമുക്ക് പല കാര്യങ്ങളും ലഭിക്കാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ തകർച്ചകളിലൂടെ, കലഹങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കും, ദൈവമേ ഇത് നീ അറിയുന്നുണ്ടോ, ദൈവമേ നീ എന്താ ഇടപെടാത്തത് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം. പക്ഷേ കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന വലിയൊരു ആശ്വാസമാണ്, കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന വലിയൊരു നന്മയാണ്. അതായത് കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നു. കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു. കർത്താവ് നമ്മുടെ രോഗങ്ങൾ അറിയുന്നു. കർത്താവ് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അറിയുന്നു. കർത്താവ് നമ്മുടെ കുടുംബത്തിലെ പ്രതിസന്ധികൾ അറിയുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും കർത്താവ് അറിയുന്നു. അത് എത്രയധികം നമുക്ക് ആശ്വാസവും സന്തോഷവും തരുന്ന കാര്യമാണ് കർത്താവ് സ്വന്തമായുള്ളവരെ അറിയുന്നു എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ദൈവം തനിക്ക് സ്വന്തമായുള്ളവരെ, കർത്താവ് തനിക്ക് സ്വന്തമായുള്ളവരെ അറിയുന്നു എന്ന് പറയുമ്പോൾ ആ വചനത്തിലൂടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു, ആ ദൈവത്തിൻ്റെ അറിവിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ വചനങ്ങളിലൂടെ ദൈവം ആഹ്വാനം ചെയ്യുന്ന വലിയൊരു കാര്യം ഇതാണ്. ദൈവം ഇത്രയധികം നമ്മളെ അറിയുമ്പോൾ മനുഷ്യരായ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത് ആ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ആ ദൈവത്തെ സ്നേഹിക്കുക, ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക, ആ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന പോലെ ജീവിക്കുവാൻ തയ്യാറാവുക. അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകും. കൂടുതൽ കൃപയും അഭിഷേകവും നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കും. സ്നേഹമുള്ളവർ, യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പത്രോസ് ആരായിരുന്നു, ആരാണ് എന്ന് ഈശോയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പത്രോസിൻ്റെ പെട്ടെന്നുള്ള ദേഷ്യവും എടുത്തുചാട്ടവും ഈശോയ്ക്ക് അറിയാമായിരുന്നു. യാക്കോബിനെയും യോഹന്നാനെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് അല്പം സ്ഥാനമോഹം ഒക്കെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളും കർത്താവിന് കൃത്യമായിട്ട് ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഈ യാക്കോബും യോഹന്നാനുമാരാണ്. മത്തായി സ്ലീഹയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മത്തായി സ്ലീഹ ചുങ്കസ്ഥലത്ത് നിന്ന് വിളിച്ച് മത്തായി സ്ലീഹായുടെ പശ്ചാത്തലം എന്താണെന്ന് ഈശോയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. നിക്കോദേമസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിക്കോദേമസിലുണ്ടായിരുന്ന ഭയം ഈശോയ്ക്ക് അറിയാമായിരുന്നു. നിക്കോദേമസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അരിമത്തിയാക്കാരൻ ജോസഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം ഭക്തി തന്നോടുണ്ടായിരുന്നുവെന്ന്, ദൈവത്തോടുണ്ടായിരുന്നുവെന്ന് ഈശോയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. സക്കേവൂസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സക്കേവൂസ് എന്തിനു വേണ്ടിയാണ് മരത്തിൽ കയറിയതെന്ന് ഈശോയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഈശോയെ കാണാൻ മാത്രമല്ല, ആ മകൻ്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ഈശോ എന്തുമാത്രം കടന്നെല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ സ്നേഹമുള്ളവർ, ദൈവത്തിൻ്റെ ഈ അറിവ് നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹം നൽകുന്നതാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവ് പറയുകയാണ്, കർത്താവ് തനിക്ക് സ്വന്തമായവരെ അറിയുന്നു. എന്നിട്ടൊരു കാര്യം കൂടെ ആ വചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ ഒരു വിശുദ്ധമായ ജീവിതം നയിച്ചാൽ, ആ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമ്മൾ തയ്യാറായാൽ, കർത്താവ് തനിക്ക് സ്വന്തമായുള്ളവരെ അറിഞ്ഞ് ആവശ്യമായ കൃപകളും സംരക്ഷണം നൽകുമെന്ന് ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ അറിവിൽ വളരാനും അത് ജീവിതത്തിൽ എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതം നയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ നമ്മെ അറിയുന്ന കർത്താവിന്, നമ്മുടെ കുടുംബത്തെ അറിയുന്ന കർത്താവിന്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ അറിയുന്ന കർത്താവിന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് കൂടുതൽ അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിനും അഭിഷേകത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വരണമേ പാലക വിമോചക സ്നേഹമാ വരണമേ യേശുവേ വരണമേ
പാലക വിമോചക സ്നേഹമാ വരേണമേ യേശുവേ വരേണമേ രക്ഷക വരേണമേ പാലക വിമോചക സ്നേഹമാ വരേണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണ്. ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് ഈശോയെ സ്വീകരിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. കുടുംബത്തിലെ എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിൽ സൗഖ്യത്തിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ ഭവനങ്ങളിലെ കുട്ടികളെ കർത്താവിന് സമർപ്പിക്കാം. അവരുടെ പഠനങ്ങൾ, മറ്റു നിയോഗങ്ങളെല്ലാം കർത്താവിന് സമർപ്പിക്കാം. വരുമാന മാർഗങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രാർത്ഥനയും ഈശോയുടെ അരികിൽ നമുക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. കർത്താവ് തനിക്ക് സ്വന്തമായുള്ളവരെ അറിയുന്നു. ഈശോ തനിക്ക് സ്വന്തമായുള്ളവരെ അറിയുന്നു. ദൈവം ഒരിടയൻ തൻ്റെ ആടുകളെ അറിയുന്നത് പോലെ, അവയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് എല്ലാം അറിയുന്നു. അപ്പോൾ ഈശോയുടെ അറിവ് നമുക്ക് സന്തോഷം തരുന്നതാണ്. ഈശോ നമ്മുടെ പേരറിയുന്നു, നമ്മുടെ ഇഷ്ടങ്ങൾ അറിയുന്നു, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നു, നമ്മുടെ രോഗങ്ങൾ അറിയുന്നു, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു. എല്ലാ കാര്യങ്ങളും ഈശോ അറിയുന്നു. അതോടൊപ്പം കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യം ഇതാണ്: എല്ലാം അറിയുന്ന ഈശോ നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും നമ്മുടെ വാക്കുകളും എല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വചനം പറയുകയാണ്, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. എല്ലാവിധത്തിലുള്ള പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. അതോടൊപ്പം കർത്താവ് സ്വന്തമായിട്ടുള്ള എന്നെയും എൻ്റെ കുടുംബത്തെയും അറിയുന്നെങ്കിൽ കർത്താവ് ഇടപെടേണ്ട മേഖലകൾ നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബം നേരിടുന്ന പ്രതിസന്ധികൾ സമർപ്പിക്കാം. നമ്മുടെ മക്കൾ നേരിടുന്ന പ്രതിസന്ധികൾ സമർപ്പിക്കാം. എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച്, എല്ലാം അറിയുന്ന കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ സുഖപ്പെടുത്തണമേ, കൃപ ചൊരിയണമേ. ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവിൻ്റെ കൂടെയുണ്ട്, ഭയമില്ലെനിക്കൊരു നാളും. കർത്തനെന്നെ കൈവിടില്ല, മറക്കില്ലെന്നെ ഒരു നാളും. ആകുലത തെല്ലുമില്ല, അരുകിലുണ്ടീശോനാഥൻ. ആകുലത തെല്ലുമില്ല, അരികിലുണ്ടീശോനാഥൻ. ഇന്നെൻ്റെ ജീവിതം ധന്യമായി, ഇനി എൻ്റെ നാളുകൾ നാഥനായി. ഇന്നെൻ്റെ ജീവിതം ധന്യമായി,
ഇനി എൻ്റെ നാളുകൾ നാഥനായി. എൻ്റെ ദുഃഖങ്ങൾ ഭാരങ്ങൾ അകന്നുപോയി, ദിവ്യനാഥന്റെ സ്നേഹത്തിൽ അലിഞ്ഞുപോയി. എൻ്റെ ദുഃഖങ്ങൾ ഭാരങ്ങൾ അകന്നുപോയി, ദിവ്യനാഥന്റെ സ്നേഹത്തിൽ അലിഞ്ഞുപോയി. യേശുവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും കൂടെ അങ്ങ് ഉണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും ഈശോയെ അങ്ങ് അറിയുന്നു. അനുഗ്രഹിക്കണമേ കർത്താവേ. ആത്മാവിനാൽ നിറഞ്ഞല്ലോ ഞാൻ, അതിരില്ലാത്ത ആനന്ദമേ. പാപമെല്ലാം കഴുകിയല്ലോ, പാരിടം സ്വർഗമായി. ആത്മാവിനാൽ നിറഞ്ഞല്ലോ ഞാൻ, അതിരില്ലാത്ത ആനന്ദമേ. പാപമെല്ലാം കഴുകിയല്ലോ, പാരിടം സ്വർഗമായി. ഇന്നെൻ്റെ ജീവിതം ധന്യമായി, ഇനി എൻ്റെ നാളുകൾ നാഥനായി. ഇന്നെൻ്റെ ജീവിതം ധന്യമായി, ഇനി എൻ്റെ നാളുകൾ നാഥനായി. എൻ്റെ ദുഃഖങ്ങൾ ഭാരങ്ങൾ അകന്നുപോയി, ദിവ്യനാഥന്റെ സ്നേഹത്തിൽ അലിഞ്ഞുപോയി. 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 എല്ലാ ദുഃഖങ്ങളും എല്ലാ ഭാരങ്ങളും അലിഞ്ഞില്ലാതായി തീരട്ടെ. ഈശോ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ആരാധന 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 ആരാധന. മഹത്വം 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 മഹത്വം. രോഗികൾ യേശുനാമത്തിൽ സുഖപ്പെടട്ടെ, ബന്ധനങ്ങൾ യേശുനാമത്തിൽ അഴിയട്ടെ, കെട്ടുകൾ യേശുനാമത്തിൽ തകർന്നു പോകട്ടെ. യേശുവിന്റെ ശക്തി നിറയട്ടെ, അഭിഷേകം ഒഴുകട്ടെ, കൃപ നിറയട്ടെ, വലിയ സൗഖ്യമുണ്ടാകട്ടെ, വലിയ അനുഗ്രഹം നിറയട്ടെ, വലിയ കൃപ നിറയട്ടെ, വലിയ കൃപ നിറയട്ടെ, വലിയ കൃപ നിറയട്ടെ. യേശുവേ 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 യേശുവേ. സ്നേഹമുള്ളവരെ, ഈശോ എനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. എത്ര മനോഹരമായിട്ടുള്ള ഒരു വലിയ സത്യമാണത്. ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സങ്കടങ്ങളൊക്കെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ എന്തുമാത്രം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇവിടെ നമ്മളെ അനുഗ്രഹിക്കുവാനും നമ്മളെ സുഖപ്പെടുത്തുവാനും നമുക്ക് ആവശ്യമുള്ളത് എന്തും നൽകുവാനും കഴിവുള്ള കർത്താവായ യേശു നമ്മോട് പറയുകയാണ്, തനിക്ക് സ്വന്തമായവരെ അറിയുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവിന് സ്വന്തമായിട്ടുള്ളവർ എല്ലാ പാപങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും അകന്നു നിൽക്കട്ടെ എന്നും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കാരണം നമ്മൾ ഇത്രമാത്രം അറിയുന്ന നല്ല കർത്താവിന്, നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന അല്ലേ ഈശോയ്ക്ക് നമ്മൾ അശുദ്ധിയിലും പാപങ്ങളിലും വീഴും എന്തുമാത്രം സങ്കടമായിരിക്കും. സ്നേഹമുള്ളവരെ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള തീരുമാനവും നമുക്കെടുക്കാം. എല്ലാം അറിയുന്ന കർത്താവെ, എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.